നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ ആവറേജ് ഓഫ് 14 കൺസിക്യൂട്ടീവ് ഈവൻ നമ്പർ ഈസ് 107, അതായത് ഏതോ ഒരു 14 തുടർച്ചയായ ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? 107 ആണ്. അങ്ങനെയെങ്കിൽ സ്മോളസ്റ്റ് ആണ്, ഏറ്റവും ചെറുത് ഏതാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇതിലുള്ള ആദ്യത്തെ നമ്പർ, അതായത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്നുള്ളത് അറിയില്ല. അപ്പം ഞാനിപ്പം എന്താ പറയുക 2, 4 അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 14ാമത്തെ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? 28ആണ്. അതായത് ഈ 2നോട് 26 കൂട്ടിയതാണ്. സിമിലർലി അതായത് എന്താണ്, ഇപ്പം ഞാനിപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എന്താണ് ആദ്യ പദം എന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ആണ് എന്നുണ്ടെങ്കിൽ എനോട് 26 കൂട്ടിയതായിരിക്കുമല്ലോ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പറയുന്ന 14 ടേം, അതായത് ഇത് 14th ടേമാണ്, ഇത് ഫസ്റ്റ് ടേമാണ്. ഈ ഫസ്റ്റ് ടേമാണ് എന്ത്? ഏറ്റവും സ്മോളർ. ഓക്കെ, അപ്പം ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പം a+a+26 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നതാണ് എന്ത്? 107 ഉള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് വരിക? 2a + 26 = 107 × 2. അതായത് എന്താണ് വരിക? 107 × 2 എന്ന് പറയുമ്പോൾ 4, 1, 2 214. 2a + 26, അതിൽ ഈ 26 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം എ എന്ന് പറയുന്നത് എന്താവും? 214നോട് 26 കുറക്കുമ്പോൾ 8, 8, 1 188. അപ്പം ഇനി 2a = 188. അങ്ങനെ വരുമ്പം a = എന്ത് വരും? 188 ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഈ 2ഉം ഈ 18ഉം കട്ട് ചെയ്യുമ്പം 9, 4. എ എന്ന് പറയുന്നത് 94. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. കണ്ടല്ലോ, അതായത് ഇവിടെ ഏറ്റവും ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എ ആയിട്ട് കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്, അതായത് 14ാമത്തെ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എന്താണ്? ഈ ഫസ്റ്റ് ടൈമിനോട് 26 കൂട്ടിയതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? 107 ആണ്. ഇത് സോൾവ് ചെയ്യുക, അങ്ങനെ വരുമ്പോൾ എ കിട്ടും. ഈ എ തന്നെയാണ് എന്ത്? സ്മോളസ്റ്റ് വൺ, അതായത് ഫസ്റ്റ് ടൈം. സോ ഇങ്ങനെയാണിത് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ് ആയെന്ന് വിചാരിക്കുന്നു. ബൈ.